കോട്ടക് നിയോ അല്ലെങ്കിൽ കോട്ടക് സെക്യൂരിറ്റീസിൽ നിങ്ങൾക്ക് 4 പ്ലാൻ കാണാൻ സാധിക്കും. പക്ഷേ കൂടുതൽ യൂട്യൂബേഴ്സും നമുക്ക് 2 പ്ലാനിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ 3 പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പ്ലാൻസിൻ്റെ ചാർജസും ബെനിഫിറ്റ്സും കണ്ടീഷനുമാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നത്. കൂടെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസും ബ്രോക്കറേജ് ചാർജും മെയിൻ്റെനൻസ് ചാർജ് അതർ ടാക്സ് ആൻഡ് ഫീസിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ AMC ചാർജസിൻ്റെ കാര്യത്തിൽ കുറേ ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്. കാരണം AMC ചാർജസ് പല രീതിയിൽ പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പല ടൈപ്പിലാണ് ഈടാക്കുന്നത്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് അല്ലെങ്കിൽ AMC ചാർജ് ഇതിനെപ്പറ്റി നമുക്കറിയാം. കോട്ടക് നിയോൻ്റെ ഈ പ്ലാനിൽ ഏത് പ്ലാനിൽ നമ്മൾ ആക്സസ് എടുത്ത് പോയാലും നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ചാർജസ് തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്. കോട്ടക് നിയോയിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഹോൾഡിങ്ങിൽ 50,000 അതിൽ താഴെയോ ആണെങ്കിൽ 0 ചാർജാണ് പിടിക്കുന്നത്. ഇനി 50,000 അതിൽ കൂടുതൽ ആണെങ്കിൽ നമുക്ക് 100 രൂപ പ്ലസ് GST പെർ ആനമാണ് പിടിക്കുന്നത്. പെർ ആനം പറഞ്ഞാൽ ഇയർലി പിടിക്കുന്നതാണ്. ഇനി 2 lakhs മുകളിൽ ആണെങ്കിൽ 50 രൂപ പ്ലസ് GST പെർ മന്ത് പിടിക്കുന്നതാണ്. അതോടൊപ്പം അക്കൗണ്ട് നോൺ BSDA കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ കോട്ടക് നിയോ അക്കൗണ്ട് നോൺ BSDA ക്ലയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ ഇവിടെ ഹോൾഡിംഗ് വാല്യൂ 1000 താഴെ ആണെങ്കിൽ 0 ചാർജാണ് പിടിക്കുന്നത്. ഒരു AMC ചാർജും ഉണ്ടാകുന്നില്ല. ഇനി 1000 കൂടുതലാണെങ്കിൽ 50 രൂപ പ്ലസ് GST പെർ മന്ത് പിടിക്കുന്നതാണ്. AMC ചാർജസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അക്കൗണ്ട് BSDA ക്ലയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണോ അതോ നോൺ BSDA ക്ലയൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ കോട്ടക് നിയോയുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഒന്ന് വിളിച്ച് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനി അറിയാം അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3 പ്ലാനിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. കോട്ടക് നിയോയുടെ ഫസ്റ്റ് പ്ലാൻ വരുന്നത് ട്രേഡ് ഫ്രീ പ്ലാനാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാൻ എടുക്കാനാണെങ്കിൽ 99 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഇവരുടെ സെക്കൻഡ് പ്ലാനാണ് ട്രേഡ് ഫ്രീ യൂത്ത് പ്ലാൻ. ഈ പ്ലാൻ എടുക്കാനാണെങ്കിൽ ഫസ്റ്റ് ഇയർ 299 റുപ്പീസും സെക്കൻഡ് ഇയർ മുതൽ 499 റുപ്പീസും ആവുന്നതാണ്. കോട്ടക് നിയോയുടെ തേർഡ് പ്ലാനാണ് ട്രേഡ് ഫ്രീ പ്രോ പ്ലാൻ. ഈ പ്ലാൻ എടുക്കാൻ 249 രൂപ പ്ലസ് GST പെർ മന്താണ് നമുക്ക് വരുന്നത്. ഇവരുടെ ട്രേഡ് ഫ്രീ പ്ലാൻ ആർക്കു വേണമെങ്കിലും ഓപ്പൺ ആക്കാവുന്നതാണ്. ഇവരുടെ സെക്കൻഡ് പ്ലാനായ ട്രേഡ് ഫ്രീ യൂത്ത് അത് 30 വയസ്സിനു താഴെ ഉള്ളവർക്ക് മാത്രം പ്ലാൻ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവരുടെ തേർഡ് പ്ലാനായ ട്രേഡ് ഫ്രീ പ്രോ ആക്സസ് ചെയ്യാൻ ആർക്കും പറ്റുന്നതാണ്. ബട്ട് മന്ത്ലി ആണ് 249 രൂപ ചാർജ് വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് കോട്ടക് നിയോയുടെ ബ്രോക്കറേജ് ചാർജിനെ പറ്റിയാണ്. ട്രേഡ് ഫ്രീ പ്ലാനിൽ ഡെലിവറി ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ 0.25% അല്ലെങ്കിൽ 20 രൂപയിൽ കൂടുതലാണ് നമുക്ക് ചാർജ് വരുന്നത്. ഈ പ്ലാനിൽ ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നവർക്ക് 0 ചാർജാണ് വരുന്നത്. ഇനി ഫ്യൂച്ചറിലായാലും 0 തന്നെയാണ്. ഓപ്ഷൻസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആയാലും 0 തന്നെയാണ് ചാർജ് വരുന്നത്. ഒരു തരത്തിലുള്ള ചാർജും ഉണ്ടാകുന്നതല്ല. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 രൂപ അതിന് ചാർജായിട്ട് പിടിക്കുന്നതാണ്. ഇനി ഇവരുടെ സെക്കൻഡ് പ്ലാനായ ട്രേഡ് ഫ്രീ യൂത്ത് പ്ലാനിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 3 ഡെലിവറി ഇൻട്രാഡേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ 0 ചാർജാണ് വരുന്നത്. ഒരു തരത്തിലുള്ള ബ്രോക്കറേജും നമുക്ക് പിടിക്കുന്നില്ല. ബ്രോക്കറേജിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ചാർജസും ഇവർ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 30 വയസ്സിന് താഴെയുള്ള എല്ലാവരും കോട്ടക് നിയോയിൽ ഈ ഒരു പ്ലാൻ എടുക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലാനായ ട്രേഡ് ഫ്രീ പ്രോ എന്ന പ്ലാനിനെ കുറിച്ച് നമുക്കറിയാം. ഈ പ്രോ പ്ലാനിൽ നമ്മൾ ഡെലിവറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.1% അല്ലെങ്കിൽ 20 രൂപയോ അതിൽ കൂടുതലോ ചാർജായിട്ട് പിടിക്കുന്നതാണ്. ഇതിൽ ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നവർക്ക് 0 ചാർജ് തന്നെയാണ് വരുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആയാലും 0 ചാർജ് തന്നെയാണ് വരുന്നത്. ഇനി ക്യാരി ഫോർവേഡ് ചെയ്യാനാണെങ്കിൽ അതിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ 20 രൂപ ചാർജായിട്ട് വരുന്നുണ്ട്. ഇൻട്രാഡേയിൽ 0 ചാർജ് തന്നെയാണ് വരുന്നത്. ഈ പ്ലാനിൽ മാർജിൻ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് തരുന്നുണ്ട്. 9.75% ഇൻട്രസ്റ്റ് ആണ് MTFൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാൻ കോട്ടക് നിയോ മാർജിൻ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായി തരുന്നൊരു പ്ലാൻ തന്നെയാണ്.
ഇനി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ടാക്സസിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഫസ്റ്റ് തന്നെ ട്രാൻസാക്ഷൻ ചാർജസ് ആണ് വരുന്നത്. ഡെലിവറിയിൽ 0.00335%, ഇൻട്രാഡേയിൽ സെയിം തന്നെയാണ് വരുന്നത്. ഫ്യൂച്ചറിൽ 0.002%, ഓപ്ഷൻസിൽ 0.0505% ആണ് വരുന്നത്. ഇനി STT ചാർജസ് ആണ്. ഡെലിവറിയിൽ 0.1% ബൈ ഓർ സെൽ സൈഡിൽ വരുന്നുണ്ട്. ഇൻട്രാഡേയിൽ 0.025% സെൽ സൈഡിൽ മാത്രം. ഫ്യൂച്ചറിൽ 0.0125% സെൽ സൈഡിൽ മാത്രം. ഓപ്ഷൻസിൽ 0.0625% സെൽ സൈഡിൽ മാത്രം. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി ആണ് വരുന്നത്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഡെലിവറിയിൽ 0.015% ബൈ സൈഡിൽ മാത്രം. ഇൻട്രാഡേയിൽ 0.003% ബൈ സൈഡിൽ മാത്രം. ഫ്യൂച്ചറിൽ 0.002% ബൈ സൈഡിൽ മാത്രം. ഓപ്ഷൻസിൽ 0.003% ബൈ സൈഡിൽ മാത്രം. അതിനുശേഷം GST ആണ്. എല്ലാത്തിലും 18% GST തന്നെയാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോട്ടക് നിയോയുടെ ചാർജസും ടാക്സസും എല്ലാം വരുന്നത്. അപ്പോൾ ട്രേഡുകളെല്ലാം ഫ്രീ ആണ്. ബ്രോക്കറേജ് ഇല്ലാതെ ട്രേഡുകൾ നല്ല രീതിയിൽ ചെയ്യാം. ടാക്സസ് മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ കോട്ടക് നിയോ എന്നുള്ള ഈ ഒരു ആപ്പ് തന്നെയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. എല്ലാവർക്കും ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.